സർവ്വതിനും തീവിലയാണ്. കട്ടുമുടിച്ചും വിറ്റുകുലച്ചും പിണറായി സർക്കാർ കൊള്ളയടിക്കുന്നേ. പിണറായി സർക്കാർ കൊള്ളയടിക്കുന്നേ. കള്ള കള്ള പിണറായി. കള്ള കള്ള പിണറായി. നാട് ഭരിക്കാനറിയില്ലെങ്കിൽ രാജിവയ്ക്കൂ, പുറത്തു പോ. രാജിവയ്ക്കൂ, പുറത്തു പോ. സിന്ദാബാദ് സിന്ദാബാദ്. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. പ്രതിഷേധർണ സിന്ദാബാദ്. പ്രതിഷേധർണ സിന്ദാബാദ്. ഉപ്പിന് മുളകിന് കൊത്തമ്പാലിന്. ഉപ്പിന് മുളകിന് കൊത്തമ്പാലിന്. സർവ്വതിനും തീവിലയാണ്. സർവ്വതിനും തീവിലയാണ്. തുലയട്ടെ 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 തുലയട്ടെ. പിണറായി സർക്കാർ തുലയട്ടെ. പിണറായി സർക്കാർ തുലയട്ടെ. കള്ളന്മാരുടെ സർക്കാരാണിത്. കൊള്ളക്കാരുടെ സർക്കാരാണിത്. കൊള്ളക്കാരുടെ സർക്കാരാണിത്. കട്ടുമുടിച്ചും വിറ്റുതുലച്ചും പിണറായി സർക്കാർ കൊള്ളയടിക്കുന്നേ. പാവപ്പെട്ട ജനതയെ കൊള്ളയടിക്കുന്നേ. സിന്ദാബാദ് സിന്ദാബാദ്. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. ഉപ്പിന് മുളകിന് കൊത്തമ്പാലിന്. ഉപ്പിന് മുളകിന് കൊത്തമ്പാലിന്. സർവ്വതിനും തീവിലയാണ്. സർവ്വതിനും തീവിലയാണ്. പ്രതിഷേധം 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 പ്രതിഷേധം. നാഷണൽ കോൺഗ്രസിന് പ്രതിഷേധം. തുലയട്ടെ തുലയട്ടെ. പിണറായി ഭരണം തുലയട്ടെ. കൊള്ളക്കാരുടെ സർക്കാരാണിത്. കൊള്ളക്കാരുടെ സർക്കാരാണിത്. കള്ളന്മാരുടെ സർക്കാരാണിത്. കള്ളന്മാരുടെ സർക്കാരാണിത്. കള്ളന്മാരുടെ നേതാവേ. കള്ളന്മാരുടെ നേതാവേ. കേരള മുഖ്യ പിണറായി. കേരള മുഖ്യ പിണറായി. രാജിവെക്കൂ, പുറത്തു പോകൂ. നാണം കെട്ടൊരു കേരള മുഖ്യ. രാജിവെക്കൂ, പുറത്തു പോകൂ. സിന്ദാബാദ് സിന്ദാബാദ്. സിന്ദാബാദ്. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. പ്രതിഷേധർണ സിന്ദാബാദ്. കണ്ടില്ല അവരൊക്കെ ഇതിനാണ് വന്നതിന്. തുടങ്ങണത് സിന്ദാബാദ് 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 സിന്ദാബാദ്. പ്രതിഷേധ ധർണ സിന്ദാബാദ്. പ്രതിഷേധ ധർണ സിന്ദാബാദ്. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. ഉപ്പിന് മുളകിന് കൊത്തമ്പാലിന്. ഉപ്പിന് മുളകിന് കൊത്തമ്പാലിന്. സർവ്വതിനും തീവിലയാണ്. സർവ്വതിനും തീവിലയാണ്. കട്ടുമുടിച്ചും വിറ്റുതുലച്ചും
കട്ടുമുടിച്ചും വിറ്റുതുലച്ചും പിണറായി സർക്കാർ കൊള്ളയടിച്ച് പിണറായി സർക്കാർ കൊള്ളയടിച്ച് പിണറായി പരനാറി പിണറായി പരനാറി നാണമുണ്ടേൽ രാജിവെക്കൂ നാണമുണ്ടേൽ രാജിവെക്കൂ പ്രതിഷേധ ധർണ സിന്ദാബാദ് പ്രതിഷേധ ധർണ സിന്ദാബാദ് നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ് നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ് ഉപ്പിന് മുളകിന് കൊത്തമ്പാലിന് ഉപ്പിന് മുളകിന് കൊത്തമ്പാലിന് തീവിലയാണ് തീവിലയാണ് സർവ്വതിനും തീവിലയാണ് രാജിവെക്കൂ രാജിവെക്കൂ നാണമുണ്ടേൽ രാജിവെക്കൂ പിണറായി പരനാറി രാജിവെക്കൂ രാജിവെക്കൂ സിന്ദാബാദ് 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 പ്രതിഷേധം 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 നാഷണൽ കോൺഗ്രസിൻ പ്രതിഷേധം നാഷണൽ കോൺഗ്രസിൻ പ്രതിഷേധം ഉപ്പിന് മുളകിന് കൊത്തമ്പാലിന് ഉപ്പിന് മുളകിന് കൊത്തമ്പാലിന് സർവ്വതിനും തീവിലയാണ് സർവ്വതിനും തീവിലയാണ് കട്ടുമുടിച്ചും വിറ്റുതുലച്ചും കട്ടുമുടിച്ചും വിറ്റുതുലച്ചും കള്ളന്മാരുടെ നേതാവ് കള്ളന്മാരുടെ നേതാവ് കൊള്ളക്കാരുടെ നേതാവ് കൊള്ളക്കാരുടെ നേതാവ് പിണറായി വിജയൻ ഭരിക്കുന്നേ തുലയട്ടെ 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 പിണറായി ഭരണം തുലയട്ടെ പിണറായി ഭരണം തുലയട്ടെ സിന്ദാബാദ് സിന്ദാബാദ് നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ് ബഹുമാന്യരെ, സിവിൽ സപ്ലൈ മാർക്കറ്റുകളിൽ അവശ്യ സാധനങ്ങൾ ഇല്ലാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് കേരളത്തിലെ മുഴുവൻ സിവിൽ സപ്ലൈസ് സ്ഥാപനങ്ങളുടെ മുമ്പിലും സപ്ലൈകോയുടെ മുമ്പിലും സമരപരിപാടികൾ നടക്കുകയാണ്. ചിതറ മണത്തറ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സമരപരിപാടിയുടെ അധ്യക്ഷനായി മണത്തറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ PG സുരേന്ദ്രനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സപ്ലൈകോ മാവേലി സ്റ്റോറിന് മുന്നിലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമരപരിപാടിയിൽ സ്വാഗതം പറയുന്നതിന് വേണ്ടി ചിതറ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഉമയും ഗബീറിനെ ക്ഷണിക്കുന്നു. മുൻ പ്രസിഡന്റ് ശ്രീ ഷമീം അവരെ ക്ഷണിക്കുകയാണ്. ഏറെ ബഹുമാനനായ ഈ ധർണാ സമരത്തിന്റെ അധ്യക്ഷൻ മണത്തറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ PG സുരേന്ദ്രൻ, ഈ ധർണാ സമരം ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ M. ഇല്യാസ് റാവുത്തർ, സേവാദളിന്റെ നിയോജക മണ്ഡലം ചെയർമാൻ ശ്രീ സുധീർ ഖാൻ തലവരമ്പ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാർ ശ്രീ അസ്ലം, ശ്രീമതി കൃഷ്ണകുമാരി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ അരുൺകുമാർ, NSUവിന്റെ മുൻ ദേശീയ ഭാരവാഹി ശ്രീ അഭിലാഷ് ചിതറ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ ശ്രീ നജീം മുല്ലശ്ശേരി,
ശ്രീ ബിജു, ശ്രീ ബഹുമാനനായ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാവും INTUCയുടെ നേതാവുമായ ശ്രീ ബദർ സാറ്, INTUCയുടെ ജില്ലാ സെക്രട്ടറി ശ്രീ വിജയകുമാർ, പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റുമാരും മണ്ഡലം ഭാരവാഹികളും വാർഡ് പ്രസിഡന്റുമാരും ഉൾപ്പെടെയുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹി ശ്രീ ഹക്കീം ഉൾപ്പെടെയുള്ള ബഹുമാന്യരെ, ഇന്ന് കേരളത്തിലെ മുഴുവൻ സപ്ലൈകോ മാർക്കറ്റുകളുടെ മുമ്പിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇതുപോലുള്ള പ്രതിഷേധ ധർണ നടക്കുകയാണ്. നമുക്കറിയാം, ചരിത്രത്തിൽ ഇന്നുവരെ കേട്ടുകേൾവിയില്ലാത്ത വിധം നമ്മുടെ നാട്ടിലെ സാധാരണക്കാരന് താങ്ങും തണലുമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മാവേലി സ്റ്റോറുകൾ സപ്ലൈകോ മാർക്കറ്റുകളായി മാറിയപ്പോൾ അവിടെ സബ്സിഡി നിരക്കിൽ കിട്ടിക്കൊണ്ടിരുന്ന അവശ്യ സാധനങ്ങൾ ഇന്ന് നമ്മുടെ ഒരു മാർക്കറ്റുകളിലും ലഭ്യമല്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഏറ്റവും ആവശ്യമായ സാധനങ്ങൾ പോലും ഇന്ന് സപ്ലൈകോ മാർക്കറ്റുകളിൽ ഇല്ല. അരി ഉൾപ്പെടെ, മുളക് ഉൾപ്പെടെ, മല്ലി ഉൾപ്പെടെയുള്ള ഏറ്റവും ആവശ്യമായ 12 ഐറ്റം സാധനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഭരിച്ചിരുന്ന സംസ്ഥാന സർക്കാരുകൾ സബ്സിഡി നിരക്കിൽ ഈ സ്ഥാപനങ്ങളിലൂടെ വിതരണം ചെയ്തിരുന്ന ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ അത് വാങ്ങി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമുക്കറിയാം. എന്നാൽ ഇന്ന് ഈ സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റിന് സാധാരണക്കാരനോട് യാതൊരുവിധമായ പ്രതിബദ്ധതയുമില്ലാതെ പൗരപ്രമുഖരെ കാണുന്നതിനും ഇവിടുത്തെ സമൂഹത്തിലെ സാധാരണക്കാരെ ചവിട്ടിത്തേച്ച് ഉന്നതങ്ങളിൽ നിൽക്കുന്നവർക്ക് വാഴ്ത്തുപാട്ടുമായി നടക്കുന്ന, അവരെ താങ്ങി നടക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത്. കഴിഞ്ഞ കുറെ ദിവസമായി കേരളത്തിന്റെ അങ്ങേയറ്റത്തു നിന്ന് തുടങ്ങി ഇവിടെ വരെ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു യാത്ര നമ്മളെല്ലാം കണ്ടവരാണ്. ബഹുമാന്യനായ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാർ ജനസമ്പർക്ക പരിപാടി നടത്തിയപ്പോൾ 10-18 മണിക്കൂർ ജനങ്ങളുടെ ഇടയിൽ നിന്ന് അവരുടെ പരാതികൾ, അവരുടെ ആവലാതികൾ കേട്ട് അവിടെ വെച്ച് തീരുമാനമെടുക്കാൻ പറ്റാവുന്ന കാര്യങ്ങളിൽ അപ്പോൾ തന്നെ തീരുമാനമെടുക്കുകയും അതല്ലാതെ മന്ത്രിസഭയിൽ വെച്ച് ഗവൺമെന്റ് നിയമം മൂലം മാറ്റേണ്ടുന്ന കാര്യങ്ങൾ അദ്ദേഹം നടപ്പിലാക്കുകയും ചെയ്ത് ചുവടുപിടിച്ചാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഈ പരിപാടിയുമായിട്ട് ഇറങ്ങിയത്. പക്ഷെ ഇന്ന് വരെ, ഈ നിമിഷം വരെ കേരളത്തിലെ ഒരു ജനങ്ങളിൽ നിന്നും നവകേരള സദസ്സിന്റെ പേരിൽ പരിപാടി നടക്കുന്ന ഒരു സ്ഥലത്തു നിന്ന് പോലും ഒരു സാധാരണക്കാരനും മുഖ്യമന്ത്രി പോയിട്ട് കേരളത്തിലെ ബാക്കിയുള്ള മന്ത്രിമാരെടുത്ത് പോലും ഒരു പരാതി കൊടുക്കുവാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നിലവിലുള്ള സാഹചര്യം. ഇപ്പോ നമുക്കറിയാം, ഇവിടെയുള്ള സഖാക്കന്മാർ വീടുകളിലോട്ട് കയറി ഇറങ്ങി അവിടെ വന്നാൽ പട്ടയം കിട്ടും, നിങ്ങൾ അപേക്ഷ കൊടുത്താൽ അപ്പോൾ പട്ടയം കിട്ടും, അത് കിട്ടും, ഇത് കിട്ടും, നിങ്ങളെല്ലാം വരണമെന്ന് പറഞ്ഞ് ആളെ കൂട്ടുന്നതിന് വേണ്ടി വീട് വീടാന്തരം കയറി ഇറങ്ങി എല്ലാ ആനുകൂല്യവും കിട്ടുമെന്ന് പറഞ്ഞ് സാധാരണക്കാരായ ജനങ്ങളെ പറ്റിക്കുന്ന ഇവിടുത്തെ സഖാക്കന്മാരോടൊരു വാക്ക് പറയുവാനുള്ളത്, നിങ്ങൾ നാളെ കൂട്ടുവാനായിട്ട് സാധാരണക്കാരെ ഇതുപോലെ പറ്റിച്ച് വിളിച്ചുകൊണ്ട് പോയാൽ നാളെ ഈ പരിപാടി കഴിയുമ്പോൾ നിങ്ങളെ ഈ നാട്ടിലെ ജനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് വരാൻ പോകുന്നത്. അഭിമാനപൂർവ്വം ഞങ്ങൾ പറയുകയാണ്, കേരളത്തിന്റെ ആരാധ്യനായ, കേരളം കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രി, ഏറ്റവും നല്ല ജനകീയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് കേരളം ഭരിച്ചിരുന്ന സമയത്ത് ഇവിടെ ജനസമ്പർക്ക പരിപാടി നടത്തിയപ്പോൾ
ഇവിടുത്തെ ജനങ്ങളെ കൊണ്ടുപോയി ആ ജനങ്ങൾക്ക് അവരുടെ പരാതി ആ മുഖ്യമന്ത്രി എന്ന് പറയുന്ന മനുഷ്യന്റെ അടുത്ത് കൊടുപ്പിച്ച് ഉമ്മൻചാണ്ടി സാറിന്റെ കയ്യിൽ നേരിട്ട് കൊടുപ്പിച്ച് അതിന് പരിഹാരമുണ്ടാക്കി കൊടുത്ത് ഈ പഞ്ചായത്തിലെ ആയിരക്കണക്കിന് പേർക്ക് സാമ്പത്തിക സഹായം വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് വളരെ ആർജവത്തോടുകൂടിയാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾക്കത് ചെയ്യുവാൻ കഴിഞ്ഞു. ഏതെങ്കിലും ഒരു LDFന്റെ ഒരു നേതാവിന് പറയുവാൻ പറ്റുമെങ്കിൽ അവര് പറയണം, ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഒരാളിന് നിങ്ങൾ ആളെ കൂട്ടാനായിട്ട് പാവങ്ങളെ പറ്റിച്ച് വിളിച്ചുകൊണ്ട് പോകുന്ന നിങ്ങൾ ആ മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഒരു അപേക്ഷയെങ്കിലും കൊടുപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾക്കതിന് കഴിയുകയാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ സമ്മതിച്ചു തരും. അതിന്റെ പരിസരത്ത് പോലും നിങ്ങൾക്ക് പോലും കടന്നു ചെല്ലാൻ പറ്റത്തില്ല. രാജാവ് എഴുന്നള്ളുന്ന ലിഫ്റ്റിൽ ഒരു പടി ഇറങ്ങുന്നതിന് ലിഫ്റ്റ് വെച്ച് ഒരു പടി കയറുന്നതിന് ലിഫ്റ്റ് വെച്ച് സഞ്ചരിക്കുന്ന വാഹനത്തിലാണ് കേരളത്തിലെ രാജാവ് സഞ്ചരിക്കുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്കും ഓർമ്മ വേണം. ആ ഓർമ്മ ആയിട്ട് വേണം നിങ്ങൾ ഈ പാവങ്ങളെ, ഈ പഞ്ചായത്തിലെ പാവങ്ങളെ നാളെ നിങ്ങൾ പല കാര്യങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഈ പഞ്ചായത്തിലെ പാവങ്ങളുടെ അടുത്ത് നിങ്ങൾ പോകേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിക്കണം. കൂടുതൽ കാര്യങ്ങളൊന്നും അതിനെപ്പറ്റി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഈ പറയുന്ന സാധാരണക്കാരന് ജീവിക്കുവാൻ പറ്റാത്ത അത്രയും ദുസ്സഹമായ രീതിയിലാണ് വിലക്കയറ്റം. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ആരും അറിഞ്ഞും അറിയാതെയും നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ഇലക്ട്രിസിറ്റി ഓഫീസിൽ വൈദ്യുതി ചാർജ് എത്ര പ്രാവശ്യം കൂട്ടിയെന്ന് നമുക്കറിയാം. ജപ്പാൻ കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞൊരു കുടിവെള്ള പദ്ധതി ഇവിടെ റോഡ് മൊത്തം വെട്ടിപ്പൊളിച്ചൊരു പൈപ്പിട്ടിട്ടുണ്ട്. ആ പൈപ്പിലൂടെ കാറ്റാണ് വരുന്നത്. ഒരു മാസത്തിൽ 5 ദിവസം പോലും വെള്ളം കിട്ടാറില്ല. മുടങ്ങാതെ വരുന്നത് വെള്ളമല്ല, ബില്ലാണ് മുടങ്ങാതെ വരുന്നത്. ഇതെല്ലാം ജനം കരുതി വെച്ചിട്ടുണ്ട്. എല്ലാം മകൾക്ക് വേണ്ടി, എല്ലാം സ്വന്തം കുടുംബത്തിന് വേണ്ടി എന്ന് മാത്രം തീരുമാനിച്ചുറപ്പിച്ച് കേരള ജനതയെ ഏതെല്ലാം വിധത്തിൽ ഏത് കാര്യം ചെയ്താലും കമല എന്ന് പേരിട്ട് കമല റെയിൽ, കമല ബോട്ട്, അങ്ങനെ കുറെ പരിപാടികളിട്ട് അതെല്ലാം കമ്മീഷനായി വാങ്ങിച്ച് സ്വന്തം കുടുംബത്തിന്റെ കാര്യം നോക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി 20 വാഴകളെ കൂടെ വെച്ചിട്ടുണ്ട്. യാതൊരുവിധ ഉപയോഗവുമില്ലാത്ത, ഒന്ന് പ്രതികരിക്കാൻ ആർജവമില്ലാത്ത 20 വാഴകളെ കൂടെ വെച്ചുകൊണ്ടാണ് ആ ഭരണം നടത്തുന്നത്. എന്തിനാണ് നമുക്കറിയാം. ഈ മണ്ഡലത്തിൽ നിന്നും ഒരു വാഴയുണ്ട്. ഒരു മന്ത്രിയായി ഈ മണ്ഡലത്തിൽ നിന്നും ഒരു വാഴ അവിടെ ഉണ്ട്. എന്തുപയോഗം? എന്താണ് ഈ മണ്ഡലത്തിൽ ചെയ്യുന്നിട്ടുള്ളത്? ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ കാര്യങ്ങളിൽ അവരുണ്ടോ? അതുപോലെ കേരളത്തിലെ ജനങ്ങളെ, കേരളത്തെ മുച്ചൂടും മുടിക്കുന്ന ഭരണം നടത്തുന്ന കേരളത്തിന്റെ എല്ലാ മേഖലകളും, എല്ലാ സമസ്ത മേഖലകളും തകർത്ത് തരിപ്പണമാക്കി സാമ്പത്തിക പ്രതിസന്ധി മൂലം ജനം നട്ടം തിരിയുമ്പോൾ ഇവിടെ സുഖിച്ച് ജീവിക്കുകയാണ്. പിന്നെ ആകെ നടക്കുന്നൊരു കാര്യമുണ്ട്. എന്റെ മുന്നിൽ എന്റെ പ്രിയപ്പെട്ട നമ്മുടെ ഈ വളവച്ച പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരുണ്ട്. പാവങ്ങൾക്ക് അവിടെ ഇരുന്ന് ഉറങ്ങാൻ നിവർത്തിയില്ല. പോലീസിന്റെ ഒരു ജോലിയും ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. അവിടെ ഇരിക്കുമ്പോൾ വരും മേലാഫീസറെ വിളി, അല്ലെങ്കിൽ അങ്ങ് മോളിൽ നിന്ന്. ഇന്ന് എത്ര പെറ്റി പിടിച്ച്, സർക്കാരിന്റെ കാശില്ല, ഓടിച്ചിട്ട് പിടിക്കുകയാണ്. വഴി നീളെ നിന്ന് മുഴുവൻ പാവങ്ങളെയും പിടിച്ച് പെറ്റി അടിപ്പിച്ച് സർക്കാരിന് കാശുണ്ടാക്കി കൊടുക്കുന്ന ഒരൊറ്റ പണിയാണ് ഇപ്പൊ പോലീസിനുള്ളത്. വേറെ ഒരു പണിയും പോലീസിനില്ല. വേറെ ഒന്നും, ആരെങ്കിലും ഒരു കൊലപാതകമോ ഒരു അടിപിടി കേസോ ഉണ്ടായി വിളിച്ചാൽ പാവങ്ങൾ പറയും ഞങ്ങളെ പോലീസുകാർ പറഞ്ഞിട്ടില്ല, എന്നാലും ബാക്കി ഞങ്ങൾ കേട്ടതാണ്. ഈ അടുത്ത് ഒരാഴ്ച മുമ്പ് നമ്മൾ കേട്ടതാണ്. ഒരു പോലീസുകാരനെ വിളിച്ചപ്പോ, ഒരു പോലീസ് സ്റ്റേഷനെ വിളിച്ചപ്പോ ഒരു കന്നാസിൽ 5 ലിറ്റർ എണ്ണയും വാങ്ങിച്ചുകൊണ്ട് സ്റ്റേഷനിൽ വന്ന് ഞാൻ വണ്ടി അങ്ങോട്ട് പറഞ്ഞു വിടാം, എണ്ണ ഇല്ല. പക്ഷെ നമ്മുടെ പോലീസുകാർ എന്തായാലും ഇതുവരെ അത് പറഞ്ഞിട്ടില്ല. അത്ര ഗതികെട്ടാണ്. അവർക്ക് ഒരു കാര്യത്തിന് പോകുവാൻ പറ്റുന്നില്ല. പെറ്റി നമുക്ക് നിവർത്തിയില്ലാതിരിക്കുകയാണ്. റോഡേ പോകുന്ന പാവങ്ങളെ പിടിക്കും, ഞങ്ങളൊന്ന് വിളിക്കും, സാറേ അവരൊന്ന് ഉടനെ, വേറെ കുഴപ്പമൊന്നുമില്ലാത്തതാണ്. പറ്റത്തില്ല മെമ്പറെ, അത് 500 രൂപ അടച്ചിട്ടൊക്കെ പോവാൻ പറയും, അതല്ലാതെ വേറെ മാർഗമില്ല. അതാണ് ഇന്ന് ഈ നാടിന്റെ അവസ്ഥ. സർക്കാരിന് പൈസ ഉണ്ടാക്കി കൊടുക്കുക. ഇന്നലെ കണ്ടില്ലേ ഒരു ദുഷ്ടൻ, തിരുവനന്തപുരത്തുള്ള ഒരു ദുഷ്ടനാണ്, അവനെ ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് 2 വർഷം കഴിയുമ്പോൾ ഞങ്ങൾ എന്നും പ്രതിപക്ഷത്തിരിക്കൂല, ഞങ്ങൾ എന്നും പ്രതിപക്ഷത്താണെന്ന് ഒരു പോലീസുകാരൻ ധരിക്കണ്ട.
അവരെ ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. മുളവടിക്കവെന്നര അടിച്ചാടി ഞങ്ങളെല്ലാം മനസ്സിലുണ്ട്. ഞങ്ങൾ കണക്കാക്കി വെച്ചിട്ടുണ്ട്. അവനെ ഞങ്ങൾ സ്കെച്ച് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഒരു തർക്കവും വേണ്ട, ഭരണം മാറും. അന്ന് സംരക്ഷിക്കുവാൻ ഈ പിണറായിയിലെ ആൾക്കാരുണ്ടോ എന്ന് നമ്മൾ നോക്കണം. യൂത്ത് കോൺഗ്രസ്സുകാരൻ സമരം ചെയ്താൽ, യൂത്ത് കോൺഗ്രസ്സുകാരൻ കരിങ്കൊടി കാണിച്ചാൽ അത് രാജ്യദ്രോഹ കുറ്റം. മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ പോകുന്നു, മുഖ്യമന്ത്രിയെ കൊല്ലാൻ പോകുന്നു, ഷൂ എടുത്തൊന്ന് കാണിച്ചാൽ, ഷൂ എടുത്തൊന്ന് എറിഞ്ഞാൽ അത് അപ്പോഴേ കൊലപാതക ശ്രമത്തിന് കേസ്. 308 കോടതിയുടെ കയ്യിരിക്കുന്ന, കോടതി പറയുന്ന വായിരിക്കുന്ന കേട്ട് തന്നെ പോലീസുകാർ മടുത്തിരിക്കുകയാണ്. പോലീസുകാർക്ക് തന്നെ മടുത്ത് ഒരു വല്ലാത്തൊരു ജീവിതത്തിലാണ് അവർ പോണത്. ഏത് എഫ്ഐആർ അങ്ങോട്ട് കൊടുത്താലും കോടതി ചോദിക്കും ഇതിനൊക്കെ വല്ലതും അതിനകത്തുണ്ട്. അവന്മാരൊന്ന് ഒരു ഇത്ര നീളമുള്ള ഒരു കഷണം തുണി എല്ലി പൊക്കി കാണിച്ചോളൂ, കറുത്ത തുണി, അതിന് ഇത്രയും വലിയ വിഷയം എന്തുവാ? അതങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ SFI-കാരൻ കരിങ്കൊടി കാണിച്ചാൽ അത് വേറെ എന്തോ ആണ് എന്നുള്ള രീതിയിൽ ഗവർണർക്കെതിരെ നടത്തി. കരിങ്കൊടി കാണിച്ചു. അയാള് ഉത്തരേന്ത്യയിലെ ഏറ്റവും വലിയ ഗുണ്ടയ. അയാള് ഉത്തരേന്ത്യയിലെ ഏറ്റവും വലിയ ഈ CPM-മാരെക്കാൾ പിണറായി വിജയനേക്കാൾ വലിയ കുഴപ്പക്കാരനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അയാള് ഡോറും തുറന്നങ്ങ് ഇറങ്ങിയിട്ട് ചുണമുണ്ടെങ്കിൽ വരണ്ടെന്നും പറഞ്ഞുകൊണ്ട് SFI-കാർ അടുത്തോട്ട് പോയപ്പോ അവന്മാരങ്ങ് പോയി. അന്ന് സഹായിക്കാൻ നിന്ന് പോലീസുകാർ. ഗവർണർ അയാൾ പള്ളിക്കൂടത്തിലൊക്കെ പോയിട്ടുണ്ട്. അയാൾ കുറെ നിയമമൊക്കെ എടുത്ത് അങ്ങോട്ട് DGP-യുടെ അടുത്തോട്ടൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ നിവർത്തിയില്ല. 124A ഇട്ടൊരു കേസ് എടുക്കേണ്ടി വന്നു. ഗവർണറെയും രാഷ്ട്രപതിയെയും ഉപദ്രവിച്ചു എന്ന് പറഞ്ഞൊരു കേസ് ചെയ്യാതിരിക്കുക. അപ്പൊ ആമ്പിള്ളര് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കും, അത് നമുക്കും അറിയാം. പക്ഷെ നിങ്ങള് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോ പോലീസുകാർ ഓർക്കണം, ഇപ്പൊ ഞങ്ങളൊന്ന് തോറ്റുപോയി, ഇനി എന്നും ഞങ്ങൾ തോക്കൂല. ആ തോക്കാതിരിക്കുമ്പോ ഇതിനെല്ലാം ഒരു തിരിച്ചടി ഉണ്ടാവും. എന്നും ഉമ്മൻചാണ്ടി അല്ല മുഖ്യമന്ത്രി. ഉമ്മൻചാണ്ടി വരുമ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോ കാലെടുത്ത് തലയെ വെച്ച ആ മനുഷ്യന്റെ മുമ്പേ നിന്ന പോലീസുകാരുള്ള നാടാണ്. അവനെയും ഞങ്ങൾ വെച്ചിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇന്ന് ഈ നടത്തിയ ധർണാ സമരത്തിന്റെ ആവശ്യകതയെപ്പറ്റി ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യമുള്ളതാണ്. സാധാരണക്കാരന് ജീവിക്കാൻ പറ്റൂല, വിലക്കയറ്റംകാരന് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിലെല്ലാം പ്രതിഷേധിച്ചുകൊണ്ടാണ് ചിതറ, മടത്തറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഇങ്ങനെ ഒരു സമര പരിപാടി നടക്കുന്നത്. ഈ സമര പരിപാടി ഒരു സൂചനാ സമരം മാത്രമാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ KSUവും യൂത്ത് കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDF-ഉം ഉൾപ്പെടെയുള്ള സംഘടനകൾ നിങ്ങളെ നേരിടാനായി, നിങ്ങളോടെതിരിടാനായി, ഈ സർക്കാരിന്റെ നെറുകെട്ട പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാനായി സമരത്തിന്റെ തീജ്വാലകൾ ഉതിർത്തുകൊണ്ട് ഞങ്ങൾ തെരുവുകളിലേക്ക് ഇറങ്ങുകയാണ്. നിങ്ങൾ ഓർമ്മിച്ചു വെച്ചോ. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാതെ ഞാൻ നിർത്തുകയാണ്. എന്നിൽ അർപ്പിച്ച കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ആദ്യമായി ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാന്യനായ മടത്തറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ PG സുരേന്ദ്രനെ ആദരപൂർവ്വം ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ബഹുമാന്യനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, നമുക്കേവർക്കും സുപരിചിതനായ നമ്മുടെ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും ഒക്കെ ആയിരുന്ന, ദീർഘകാലം ഈ പ്രദേശത്ത് പൊതുപ്രവർത്തനം നടത്തിയിരുന്ന പ്രിയപ്പെട്ട M. ഇല്യാസ് റാവുത്തർ അവർകളെ നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഏതാനും നിമിഷങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരുന്ന ചിതറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ ഹുമയൂൺ കബീറിനെ ഞാൻ നിങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട വിജയകുമാർ, പ്രിയപ്പെട്ട ഹക്കീം, പ്രിയപ്പെട്ട അരുൺകുമാർ, പ്രിയപ്പെട്ട അഭിലാഷ്, പ്രിയപ്പെട്ട സുധീർ ഖാൻ, പ്രിയപ്പെട്ട ബിജു, പ്രിയപ്പെട്ട നുജുമുദ്ദീൻ, പ്രിയപ്പെട്ട യൂസുഫ് റാവുത്തർ, പ്രിയപ്പെട്ട അസ്ലം, പ്രിയപ്പെട്ട ഷാജി, പ്രിയപ്പെട്ട റീജ ഉൾപ്പെടെയുള്ള, പ്രിയപ്പെട്ട ബദർ സാർ ഉൾപ്പെടെയുള്ള, പ്രിയപ്പെട്ട സമി ഉൾപ്പെടെയുള്ള ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ പേരെയും ഈ പരിപാടിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യനായ ഈ സമര പരിപാടിയുടെ ഉദ്ഘാടകൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആരാധ്യനായ ജനറൽ സെക്രട്ടറി ശ്രീ M. ഇല്യാസ് റാവുത്തർ, ഇവിടെ സ്വാഗതം പറഞ്ഞ മുൻ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഷമീം, സേവാദളിന്റെ ചടയമംഗലം ബ്ലോക്ക് ചെയർമാൻ സുധീർ ഖാൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിമാരായ ശ്രീ അസലം, ശ്രീമതി കൃഷ്ണകുമാരി, യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് അഭിലാഷ് ചിതറ,
നജീം മടത്ര, അക്കീം സേഡ്വാള്, ശ്രീ INTC നേതാവ് ശ്രീ ബദർ സാറ്, INTC നേതാവ് വിജയകുമാർ, യൂസഫ് റാവുത്തർ തുടങ്ങി വേദിയിലുള്ള നേതാക്കളെ, സഹപ്രവർത്തകരെ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ സപ്ലൈകോ ഔട്ട്ലെറ്റുകളുടെ മുന്നിലും ഇത്തരത്തിലുള്ള സമരപരിപാടികൾ ഇന്ന് നടക്കുകയാണ്. നമുക്കറിയാം, ഏറ്റവും പാവപ്പെട്ടവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ നിത്യോപയോഗ സാധനങ്ങൾ ഏറ്റവും വില കുറച്ച് സബ്സിഡി അടിസ്ഥാനത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി മുൻ സർക്കാരുകൾ കൊണ്ടുവന്ന ഈ മാവേലി സ്റ്റോറുകളിൽ ഇന്ന് നിത്യോപയോഗ സാധനത്തിന് പോയിട്ട് ഒരു വക സാധനങ്ങളും കിട്ടാത്ത ഒരവസ്ഥയാണ്. ദിവസവും നമുക്ക് ആവശ്യമുള്ള അരി ഉൾപ്പെടെയുള്ള മറ്റ് പലചരക്ക് സാധനങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു ഐറ്റവും ഈ ഔട്ട്ലെറ്റുകളിൽ കിട്ടാനില്ല. ആ സബ്സിഡി നിരക്കിലും കിട്ടാനില്ല. അത്തരത്തിൽ ഓപ്പൺ മാർക്കറ്റുകളിൽ ഏറ്റവും വില കൂടി വിൽക്കുന്നതിന് വേണ്ടി ഈ സർക്കാരുകൾ ഈ സപ്ലൈകോ ഓഫീസുകളിൽ സാധനം എത്തിക്കാത്ത ഒരു അവസ്ഥയിലാണ് നമ്മൾ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ഈ 7 വർഷങ്ങൾക്ക് മുമ്പ് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിൽ വലിയ അക്ഷരത്തിൽ ഒരു ഹെഡിംഗ് ഉണ്ടായിരുന്നു, ഇനി വില കൂടില്ല എന്ന് ഒരു ഹെഡിംഗ് ഉണ്ടായിരുന്നു. ആ ഹെഡിംഗ് അല്ലാതെ അന്ന് മുതൽ ഇന്ന് വരെയും നിത്യോപയോഗ സാധനങ്ങളും അതുപോലെ മറ്റെല്ലാ സാധനങ്ങൾക്കും ഈ വിലയാണ് ഉള്ളത്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാർ ജനദ്രോഹപരമായ പരിപാടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. സമസ്ത മേഖലകളിലും, ഒരു മേഖലയെന്ന് പറയണ്ട, കാർഷിക മേഖലയായിരുന്നാലും സഹകരണ മേഖലയായിരുന്നാലും ആരോഗ്യ മേഖലയായിരുന്നാലും വിദ്യാഭ്യാസ മേഖലയായിരുന്നാലും എല്ലാ മേഖലകളിലും ജനങ്ങൾക്ക് ദോഷകരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മളെ 20 മന്ത്രിമാരും മുഖ്യമന്ത്രിയും ചലിക്കുന്ന കൊട്ടാരത്തിൽ 1.5 കോടി 2 കോടി രൂപ ചെലവാക്കി കൊട്ടാരം സദൃശ്യമായ വാഹനത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചു വരികയാണ്. നിയമസഭയ്ക്കകത്ത് മന്ത്രിസഭാ യോഗം കൂടിയിട്ട് മാസങ്ങളായി. നിയമസഭയ്ക്കകത്ത് ഒരു മന്ത്രി പോലും കയറിയിട്ട് ഇത്രയെങ്കിലും മാസങ്ങളായി. ഈ അവസരത്തിൽ പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുന്നതിന് ഒരുവിധമായ മാർഗങ്ങളും അവർ സ്വീകരിക്കുന്നില്ല. അങ്ങനെയാണ് ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി നവകേരള സദസ്സെന്ന് പറഞ്ഞുകൊണ്ട് ഈ രീതിയിൽ നടക്കുകയും ഒരു പാവപ്പെട്ടവന്റെ ഒരു അപേക്ഷയോ ഒരു പരാതിയോ നേരിട്ട് സ്വീകരിക്കുകയോ അതിന് പരിഹാരം കാണുകയോ ചെയ്യാത്ത ഒരു അവസ്ഥയാണുള്ളത്. അവർ കാണുന്നത് ആരെയാ? സമൂഹത്തിലുള്ള പൗരപ്രമുഖര്, വ്യവസായ പ്രമുഖര്, സമൂഹത്തിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ആൾക്കാരെയാണ് മുഖ്യമന്ത്രി ചർച്ച ചെയ്യുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും. പാവപ്പെട്ട ഒരു മനുഷ്യനെയും ഒരു സഹായവും ചെയ്യുന്നില്ല. നമുക്കറിയാം, KSRTCയെ സംബന്ധിച്ചിടത്തോളം 1.5 മാസത്തോളമായി അവരെ ശമ്പളം കൊടുത്തിട്ട്, അവർ 1.5 മാസം ജോലി ചെയ്താൽ പോലും അവരെ ശമ്പളം കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ സർക്കാർ പോകുന്നത്. അത്തരത്തിലുള്ള ഒരു സർക്കാരാണ് പോകുന്നത്. അതുപോലെ നമ്മുടെ സഹകരണ മേഖല എടുത്തു നോക്കിയാൽ നമ്മൾ പാടുപെട്ടുണ്ടാക്കി പൈസ നിക്ഷേപിച്ച് ആ നിക്ഷേപിച്ച പണം തിരികെ എടുക്കാൻ ചെന്നാൽ അത് കിട്ടാത്ത ഒരവസ്ഥയാണ്. അത് നേതാക്കന്മാരും അവരെ ചിങ്കിടികളും അടിച്ചുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ സമസ്ത മേഖലയിലും ജനങ്ങൾക്ക് ദോഷകരമായ രീതിയിൽ നമുക്ക് ഈ സർക്കാർ പിണറായി അധികാരത്തിൽ വന്നതിന് ശേഷം വന്യമൃഗങ്ങളെ ശല്യം എന്ന് പറഞ്ഞാൽ മനുഷ്യന് സഹിക്കാൻ വയ്യാത്ത അവസ്ഥയിലാണുള്ളത്. ഇന്ന് നമ്മൾ ഒരു വന്യമൃഗത്തെങ്ങാനും കൊല്ലുകയാണെങ്കിൽ ആ നിമിഷം പിടിച്ചുകൊണ്ട് പോയി ജയിലിലിടും. ഇന്ന് വന്യമൃഗങ്ങൾ മനുഷ്യനെ വേട്ടയാടി തിന്നുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അത്രയും ഗതികെട്ട നരകയാതന അനുഭവിക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിലുള്ള സർക്കാരിനെതിരെ പ്രതികരിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള സമരപരിപാടികളായിട്ട് മുന്നോട്ട് പോകുന്നത്. ഞാൻ മറ്റ് ഈ പഞ്ചായത്തിന്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. നമ്മൾ സംസ്ഥാന കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ പോരാ. ഈ പഞ്ചായത്തിൽ നടക്കുന്ന അഴിമതിയും കൊള്ളരുതായ്മയ്ക്കും എതിരെ പ്രതികരിക്കേണ്ട സമയം വളരെ താമസിച്ചു പോയി. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്ര മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും മറ്റ്
മാധ്യമങ്ങളിലും മീഡിയകളിലും ഒക്കെ കണ്ടതാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ വരുന്ന അംഗൻവാടികളിൽ ശുദ്ധജല കണക്ഷൻ വിച്ഛേദിച്ചു, വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചു. കാരണം എന്താണ്? പഞ്ചായത്തിന്റെ ഫണ്ട് അങ്ങോട്ട് അടയ്ക്കുന്നില്ല. അത് കാരണം അവര് വൈദ്യുതി എല്ലാം വിച്ഛേദിച്ചു. ആ വാർത്ത നമ്മളിവിടെ വന്നതാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിൽ പഞ്ചായത്തിന്റെ വാഹനത്തിൽ യഥേഷ്ടം ഇറങ്ങിയാൽ മതി. അദ്ദേഹത്തിന് പാവങ്ങളെ സഹായിക്കുന്നതിനോ മറ്റോ ഒരു കാര്യവും ഇവിടെ ഇല്ല. അതുപോലെ തന്നെ ലൈഫ് പദ്ധതിയിലുള്ള വീട് കൊടുത്തിട്ട് എത്രയോ വർഷങ്ങളായി. അതിന്റെ 1-2 ഗഡുവൊക്കെ കൊടുത്തിട്ട് ആളുകൾ വീട് പൊളിച്ച് ഒരു ഗതിയില്ലാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത്. ആ വീടിന്റെ പൈസ ചോദിച്ചു വന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റ് പറയും, ഇവിടെ ഫണ്ടൊന്നുമില്ല, നിങ്ങൾ അങ്ങോട്ട് ടാർപ്പേന് കെട്ടി മാറിക്കിടക്കിയെന്ന് വിരട്ടുന്ന ഒരു അവസ്ഥയാണ് പഞ്ചായത്തിലുള്ളത്. കോടതി ഉത്തരവ് വരെ ഉണ്ടായിട്ടും നമ്മൾ ഇന്നലെ കണ്ടതാണ് മാധ്യമങ്ങളിലും പത്രത്തിലുമൊക്കെ അദ്ദേഹത്തിന്റെ ഒരു സർക്കുലർ, പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു സർക്കുലർ നമ്മൾ കണ്ട് വായിച്ചതാണ്. കൊച്ചു കുഞ്ഞുങ്ങളെ ഈ നവകേരള സദസ്സിന് പങ്കെടുപ്പിക്കാൻ പാടില്ല എന്ന് കോടതി ഉത്തരവുള്ളതാണ്. അതുപോലെ സർക്കാരിന്റെ വാഹനങ്ങളോ അല്ലെങ്കിൽ മറ്റൊന്നും ഈ ആവശ്യത്തിനായി ദുരുപയോഗം ചെയ്യാൻ പാടില്ല എന്നുള്ള ഘട്ടത്തില് ഇങ്ങനെ ഒരു സർക്കുലർ ഇറക്കി കൊച്ചു കുഞ്ഞുങ്ങളെ വരെ ഈ നവകേരള സദസ്സിന് അവരുടെ പാർട്ടി പരിപാടിയുടെ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതിന് വേണ്ടി പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ കുടുംബശ്രീ ആയിരുന്നാലും തൊഴിലുറപ്പ് മേഖലയായിരുന്നാലും എല്ലാവരെയും ആശാ വർക്കർ മേഖലയായിരുന്നാലും എല്ലാ മേഖലയുള്ളവരെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവര് ഈ പരിപാടികളിൽ പങ്കെടുപ്പിച്ച് വിജയിപ്പിക്കണമെന്നാണ് അവർ പറയുന്നത്. അല്ലാതെ ഒരു മനുഷ്യരും സ്വന്തം ഇഷ്ടപ്രകാരം വരുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഈ പഞ്ചായത്ത് മുതല് കേരള സർക്കാർ മുതല് കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ വരെ ജനദ്രോഹപരമായ പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ കൂടുതൽ കാര്യങ്ങളെ കടന്നു പോകുന്നില്ല. കേന്ദ്ര ഗവൺമെന്റിനെതിരെ പാർലമെന്റിൽ പ്രതികരിച്ചാൽ അവരെ MP-മാരെ പുറത്താക്കുന്ന ഒരു നിയമമാണ് BJPയും മോദിയും ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവർക്കെതിരെ പറഞ്ഞാൽ അവർ സസ്പെൻഡ് ചെയ്യും. ഈ കഴിഞ്ഞ ദിവസങ്ങളിലും കേരളത്തിൽ നിന്നുള്ള MP-മാരുൾപ്പെടെ കുറേയധികം MP-മാരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അവർക്ക് പാർലമെന്റിൽ പോയാൽ മിണ്ടിക്കൂടാ. ഈ BJPക്കെതിരായിട്ട് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം വെട്ടിത്തുറന്ന് പറഞ്ഞാൽ അത് അവർക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ്. അങ്ങനെ കേന്ദ്രവും കേരളവും ഈ ലോക്കൽ ഗവൺമെന്റായ പഞ്ചായത്തും ഭരിക്കുന്ന ഗവൺമെന്റുകൾ ജനങ്ങൾക്ക് ദോഷകരമായ രീതിയിൽ, ജനങ്ങൾക്ക് ഒരു ഉപകാരപ്രദവും അല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള സമര പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ സമര പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ സമര പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനീയനായ DCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ഇല്യാസ് റാവുത്തർ അവരുടെ ആദരപൂർവ്വം ഞാൻ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുൻ ചിറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഇവിടെ സ്വാഗതം പറഞ്ഞ ശ്രീ ഷമീം, ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ അരുൺകുമാർ, ശ്രീ വിജയൻ, ശ്രീ അസ്സലാം, ബദർ സാറ്, ശ്രീ സേവാദളിന്റെ നിയോജകമണ്ഡലം പ്രസിഡന്റ് ശ്രീ സുധീർ, ശ്രീ ഹക്കീം, ശ്രീ നജീബ്, അതുപോലെ തന്നെ അഭിലാഷ് തുടങ്ങിയുള്ള ഈ സമരത്തിൽ പങ്കെടുത്തിരിക്കുന്ന INGCയുടെയും കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ ഷമീമും അതുപോലെ തന്നെ മണത്തറ മണ്ഡലം പ്രസിഡന്റ് ശ്രീ PG സുരേന്ദ്രനും എവിടെയെല്ലാം ഈ കേരള സർക്കാരിനെ പറ്റിയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെ പറ്റിയും വളരെ അധികം സംസാരിച്ച് കഴിഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ
മറ്റു കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ കിടക്കുന്നില്ല. ഇന്ന് നമ്മുടെ സംസ്ഥാന വ്യാപകമായി നമ്മുടെ കേരളത്തിലെ മുഴുവൻ സപ്ലൈകോകളുടെയും മുമ്പിൽ നടത്തുന്ന ഈ ധർണാ സമരം സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് വളരെയേറെ നിർണായകമാണ്. ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്, നടുവൊടിഞ്ഞ കേരളം. ഇനി എത്ര നമ്മൾ ഊന്നു കൊടുത്താലും ഇല്ല, മറ്റെന്തൊക്കെ ചെയ്താലും അതിന് നൂരാൻ പോകുന്നില്ല. അതുപോലെ തന്നെ കൈയും കാലും മുറിഞ്ഞ കേന്ദ്ര BJP സർക്കാർ, ഈ രണ്ട് സർക്കാരുകളുടെ ഇടയിലാണ് സാധാരണക്കാരായ നമ്മളെ പോലെയുള്ള പാവങ്ങൾ ജീവിക്കുന്നത്. നമുക്കറിയാം, സമസ്ത മേഖലകളിൽ നമ്മൾ പരിശോധിച്ച് നോക്കാം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മളെ റേഷൻ കടകൾ. ഇന്ന് നമുക്ക് റേഷൻ കടകൾ കഴിഞ്ഞ ശ്രീ ഉമ്മൻചാണ്ടി സാർ ഇവിടെ ഭരിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള സാധനത്തിൻ്റെ ഒരംശം പോലും ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ കടകളിൽ കൂടി നമുക്ക് ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് വില കുറച്ച് നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾ, ഏതാണ്ട് 13 ഇനം സാധനങ്ങൾ നമുക്ക് കിട്ടുന്നതാണ് സപ്ലൈകോകളിൽ കൂടി. അതായത് 35-40 രൂപ 1 കിലോ അരിക്ക് വിലയുള്ളപ്പോൾ നമ്മുടെ ഈ സപ്ലൈകോകളിൽ നമുക്ക് കിട്ടുന്നത് വെറും 15 രൂപയ്ക്കോ 10 രൂപയ്ക്കാണ്. അപ്പം അങ്ങനെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വില ഇന്നത്തെ സാഹചര്യത്തിൽ, വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നമുക്കൊരാശ്വാസമാണ് ഈ സപ്ലൈകോ എന്ന് പറയുന്നത് കടകളിൽ കിട്ടുന്നത്. തീർച്ചയായും നമ്മളെ സാധാരണക്കാരെ സംബന്ധിച്ച് വളരെ കഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നടുവൊടിഞ്ഞ ഈ കേരളത്തിൽ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് എന്തുമാത്രം മുമ്പോട്ട് പോകാൻ കഴിയുമെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അതുപോലെ തന്നെ നമ്മളെ സമസ്ത മേഖലകൾ, കാർഷിക രംഗം പരിശോധിക്കാം. നമുക്കറിയാം, റബ്ബർ നമ്മളെയൊക്കെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ് റബ്ബർ കൃഷിക്കാരുടെ പ്രശ്നം. 250 രൂപ വരെ വിലയുണ്ടായിരുന്ന ഒരു കാലഘട്ടം, അതിന് വെറും 125 രൂപ, നേരെ പകുതി. അതുപോലെ തന്നെ മറ്റ് കാർഷിക മേഖലയിലുള്ള സാധനങ്ങൾ തുടങ്ങിയുള്ള ഇന്നത്തെ ആ വില കുറവ്, നമ്മുടെ കൃഷി, നമുക്ക് സാധാരണ ജനങ്ങളെ ഏത് രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. ഞാനിവിടെ നേരത്തെ ഇവിടെ നമ്മളെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പറഞ്ഞു, ആ കാര്യങ്ങളൊന്നും കിടക്കുന്നില്ല. കാലാകാലങ്ങളിൽ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതനുസരിച്ച് അവർ ചെയ്തേ പറ്റൂ, പ്രവർത്തിച്ചേ പറ്റൂ. ഒരുപക്ഷെ വളരെ ചുരുക്കം ആളുകൾ കൊണ്ട് അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ തീർച്ചയായും അവരുടെ ഡ്യൂട്ടി, അതിനുപരി അവരുടെ പാർട്ടിക്കാർ പറയുന്ന ഡ്യൂട്ടി, അവരുടെ ഡ്യൂട്ടി, അതുകൂടാതെ പാർട്ടി നിർദ്ദേശിക്കുന്ന ഡ്യൂട്ടി, അങ്ങനെ ഇപ്പൊ 2 ഡ്യൂട്ടിയാണ് അവർക്ക് ചെയ്തേണ്ടി വരുന്നത്. അങ്ങനെ ഒരു ഗതികളുടെ നമ്മളെയൊക്കെ വീടുകളിലും നമുക്കൊക്കെ വേണ്ടതൊക്കെ ഒരുക്കെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലുണ്ട്. അതുകൊണ്ട് ആ കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ കിടക്കുന്നില്ല. തീർച്ചയായും ഇതുപോലെയുള്ള സമര സന്നാഹങ്ങളുമായി നമ്മൾ മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ ഈ നമ്മുടെ നാട്ടിലുള്ള സാധാരണ ജനങ്ങൾക്ക് ഒരു അല്പമെങ്കിലും ആശ്വാസം ഉണ്ടാവൂ എന്നുള്ളതാണ് എൻ്റെ ഈ എളിയ അഭിപ്രായം. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഇവിടെ ഇന്ന് ഈ നടത്തിയിരിക്കുന്ന ഈ ധർണയിൽ പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ഈ ഔപചാരികമായി ഞാൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഭാരത്. അടുത്തതായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ അസ്ലാം മടത്തറ. ബഹുമാന്യനായ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ TG സുരേന്ദ്രൻ നായർ, ആശംസ അർപ്പിച്ച ആദരണീയനായ മുൻ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഷമീം അവർ, ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച M. ഇല്യാസ് റാവുത്തർ, മറ്റ് കോൺഗ്രസിന്റെയും മറ്റ് പോഷക സംഘടനകളുടെയും മുതിർന്ന നേതാക്കളെ, പ്രിയമുള്ളവരെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായിട്ട് ഇന്ന് സപ്ലൈകോകളുടെ മുന്നിൽ പ്രതിഷേധ മാർച്ച് നടത്തുകയാണ്. അതിന്റെ കാരണത്തെ കുറിച്ചൊക്കെ ആദരണീയരായ ഇതിന്റെ എനിക്ക് മുന്നേ സംസാരിച്ച നേതാക്കൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. കേരളം മുഴുവൻ കാടിളക്കി പ്രചരണം നടത്തിക്കൊണ്ട്
പാവപ്പെട്ട കുടുംബശ്രീ സഹോദരിമാരെയും അതുപോലെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളെയും ഭീഷണിപ്പെടുത്തി ഇല്ലാത്ത വാഗ്ദാനങ്ങൾ നൽകി ഒക്കെ അവരെ വിളിച്ചെന്ന് ഒരു പ്രഹസനം നടത്തിക്കൊണ്ട്, അതായത് നേരത്തെ പറഞ്ഞതുപോലെ രാജാവ് എഴുന്നള്ളുന്നതിന് മുൻപ് മറ്റൊരു പ്രഹസനം എന്ന നിലയിൽ വിളംബരം നടത്താറുണ്ട്. അതുപോലെ ഇന്ന് വിളംബര ജാഥ നമ്മുടെ ഈ മേഖലയിലും നടക്കുകയാണ്. വിളംബരം കഴിഞ്ഞിട്ടാണ് രാജാവിന്റെ എഴുന്നള്ളത്ത്. പക്ഷെ രാജാവിന്റെ എഴുന്നള്ളത്ത് അമ്പലമുറ്റത്ത് കടക്കില്ല, അതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചുണക്കുട്ടികൾ അനുവദിക്കില്ല എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവ് ഇന്നലകളിൽ വന്നു കഴിഞ്ഞു. നമ്മുടെ ഈ പ്രദേശത്തെ എല്ലാ ജനങ്ങളും, ഭൂരിഭാഗം ജനങ്ങളും ആരാധിക്കുകയും അതുപോലെ തന്നെ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ഏറ്റവും വലിയ ഈ മേഖലയിലെ ഉത്സവം നടക്കുന്ന കടയ്ക്കൽ ദേവീ ക്ഷേത്രത്തിന്റെ മുന്നിലേക്ക് ഈ രാജാവിന്റെ എഴുന്നള്ളത്ത് തടഞ്ഞത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമയോചിതമായിട്ടുള്ള ഇടപെടലിന്റെ പരിണിത ഫലമായിട്ടാണ്. അങ്ങനെ ഈ നാട്ടിലെ സമസ്ത മേഖലകളും തകർന്ന് തരിപ്പണമായി, എല്ലാ മേഖലകളും സമ്പൂർണ്ണ പരാജയമായി നിൽക്കുമ്പോൾ നവകേരള സദസ്സ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനു വേണ്ടിയാണ് ഇവിടെ ഇങ്ങനെ ഒരു സദസ്സ് സംഘടിപ്പിക്കുന്നതെന്ന് യഥാർത്ഥത്തിൽ CPM-മാർക്ക് പോലും അറിയത്തില്ല. എല്ലാ പഞ്ചായത്തുകളിലും വന്ന് അതുപോലെ തന്നെ അവരുടെ ഭാഷയിൽ പറഞ്ഞ പൗരപ്രമുഖരെയൊക്കെ കണ്ടിട്ട് കുറച്ച് സാമ്പത്തികമായിട്ട് കളക്ട് ചെയ്യുക, അതുപോലെ ഈ പാവപ്പെട്ട ആൾക്കാരെ കൊണ്ടുവന്ന് പെരുവെയിലത്ത് നിർത്തുക, എന്നിട്ട് രാജാവ് വന്ന് തള്ളിയിട്ട് പോകുന്നത് കേട്ടിട്ട് അവർ വീട്ടിൽ പോവുക എന്നുള്ള ഒരു സ്ഥിതിവിശേഷവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു യാത്ര നടത്തുന്നു. പക്ഷേ ഇന്ന് ഞങ്ങൾ സമരം നടത്തുന്നത് പോലെയുള്ള സപ്ലൈകോ അതിനകത്ത് കയറി കഴിഞ്ഞാൽ നിത്യോപയോഗ സാധനങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്തൊരവസ്ഥ. നമ്മുടെ സാധാരണക്കാരനെ ആശ്രയിച്ചു കൊണ്ടിരുന്ന റേഷൻ കടകളിൽ ഇന്ന് യാതൊരുവിധ സാധനങ്ങളും ഇല്ലാത്തൊരവസ്ഥ. ഇതിനെ ഒന്നും പരിഹരിക്കാതെ, അതുപോലെ തന്നെ ജീവിതത്തിന്റെ നല്ല ഭാഗങ്ങളും ഈ രാജ്യത്ത് ജീവിച്ചു തീർന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന പെൻഷനുകൾ മുഴുവൻ ഇല്ലാതാക്കിയിട്ട് 5 മാസക്കാലമായിട്ട് പെൻഷൻ തുക അനുവദിക്കാതെ ഇന്നലെയും ഇവിടെ തിരുവോരങ്ങളിൽ നടത്തിയ അവരുടെ വിളംബര ജാഥയുമായി ബന്ധപ്പെട്ട് നടത്തിയ നാടകങ്ങളിൽ അതിലെല്ലാം പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ മൊത്തം പേർക്കും പെൻഷൻ വാരിക്കോരി കൊടുക്കുന്നു. അതുപോലെ തന്നെ സപ്ലൈകോയിൽ സാധനം മേടിക്കാൻ അതായത് അധികരിച്ച് കിടക്കുന്നു. എന്നിട്ട് ആൾക്കാർക്ക് മേടിച്ചിട്ട് തീരാത്ത രീതിയിൽ സാധനങ്ങൾ കിടക്കുന്നു. റേഷൻ കടകളിൽ യാതൊരു പ്രശ്നമില്ല. ഇവിടെ വെള്ളക്കരം കൂട്ടിയിട്ടില്ല, അതുപോലെ തന്നെ വൈദ്യുതി ബില്ല് കൂട്ടിയിട്ടില്ല, അതുപോലെ തകർന്ന റോഡുകൾ കാണാനില്ല. ഇതെല്ലാം പച്ചയായ നുണപ്രചരണങ്ങൾ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ മുകളിലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഈ നുണപ്രചരണങ്ങൾ. ഇത് കാണണമെന്നുണ്ടെങ്കിൽ സാധാരണ ഈ പറയപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം വൈദ്യുതി ബില്ല് ഇരട്ടിയായിട്ടുണ്ട്. അതായത് ഇപ്പം ജലധാര പദ്ധതി പ്രകാരം നാട്ടിന്റെ എല്ലാ ഭാഗങ്ങളിലും കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് പൈപ്പ് ലൈൻ കൊണ്ടുവച്ചിട്ടുണ്ട്. എന്നാൽ അതിനകത്ത് ഒരു തുള്ളി വെള്ളം എത്തുന്നില്ല. പക്ഷേ അവർക്കും വൈദ്യുതി വാട്ടർ കണക്ഷന്റെ ബില്ല് ഇരട്ടിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ഇതിനൊന്നും ശാശ്വതമായ പരിഹാരം കാണാതെ ഒരു നവകേരള സദസ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മലർപ്പൊടി വിദ്യയും കാണിച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന ഈ സർക്കാരിന്റെ കൊള്ളരുതായ്മയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ നാളുകളിൽ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ മണ്ഡല പ്രസിഡന്റ് അല്പനേരത്തെ പറയുകയുണ്ടായി, ഈ പഞ്ചായത്തിന്റെ ദുരവസ്ഥ. ഈ നാട്ടിലെ ഓരോ ഗ്രാമീണ റോഡുകളിലും കയറി ഇറങ്ങി കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു വാഹനവും അതുവഴി പോകാൻ വയ്യാത്ത അവസ്ഥകൾ. ഇന്ന് നിത്യോപയോഗത്ത് അവരുടെ ജീവിത സാഹചര്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഓട്ടോറിക്ഷ, പാവപ്പെട്ട ഓട്ടോ തൊഴിലാളികൾക്ക് ഓട്ടോയും കൊണ്ടുപോയി ഉപജീവന മാർഗത്തിന് പോകാൻ കഴിയുന്നില്ല. ഒരു ഓട്ടം പോയാൽ തൊട്ടടുത്ത സമയം അവർ അവിടെ തന്നെ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ വണ്ടി കാണിക്കേണ്ട അവസ്ഥ. ഗ്രാമീണ റോഡുകൾ മുഴുവൻ തകർന്ന് തരിപ്പണമായി കിടക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രദേശങ്ങളിലുള്ള വെളിച്ചത്തിനുണ്ടായിരുന്ന സംവിധാനങ്ങൾ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് ഏറെക്കുറെ എല്ലാ ഭാഗങ്ങളിലും വൈദ്യുതി പോസ്റ്റുകളിൽ, അതായത് റോഡ് സൈഡിലുള്ള പോസ്റ്റുകളിൽ വഴിവിളക്കുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതിന്റെ 90% നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിലുണ്ട്. അതൊന്നും ശരിയാക്കാതെ റോഡുകൾ, തകർന്നു കിടക്കുന്ന റോഡുകളൊന്നും തന്നെ
അതിന് ശാശ്വതമായ പരിഹാരം കാണാതെ ഇവർ നാട്ടിക്കൂട്ടുന്ന ഈ പ്രഹസനങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകും. ആ പ്രതിഷേധത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നും മുന്നിൽ തന്നെ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെമ്പർ അരുൺകുമാർ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഇവിടെ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ DCC ജനറൽ സെക്രട്ടറി, മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ പ്രസിഡന്റുമായിരുന്ന ശ്രീ ML റാവുത്തർ, ഇവിടെ മുൻ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഷമീം, സെക്രട്ടറി അസ്ലാം, ഇവിടെ എത്തിയിരിക്കുന്ന നേതാക്കന്മാരെ, നമ്മുടെ ഈ സംസ്ഥാനത്തെ എല്ലാ സപ്ലൈകോ മാവേലി സ്റ്റോറുകളുടെ മുമ്പിലും ഇന്നത്തെ ഈ സമരം നടന്നു വരികയാണ്. ഈ CPI മന്ത്രിമാർ ഭരിക്കുന്ന അവരുടെ വകുപ്പുകളിലേക്ക് ഫണ്ട് അനുവദിക്കാതെ ഇവിടുത്തെ സപ്ലൈകോ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിലിന് സ്ഥിരം പരാതികൾ പറയാൻ വേണ്ടി മാത്രമായ ഒരു വകുപ്പായി ഈ വകുപ്പ് മാറിയിരിക്കുകയാണ്. സിവിൽ സപ്ലൈസ് അല്ലെങ്കിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസിന് ആവശ്യത്തിന് ഒരു ഫണ്ടും സംസ്ഥാന സർക്കാർ അനുവദിക്കുന്നില്ല. അതിനുവേണ്ടി ധനവകുപ്പ് വ്യക്തമായി തടയിടുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കൊട്ടാരക്കരയുടെ MLA ആയ ബാലഗോപാൽ, ധനകാര്യ വകുപ്പ് മന്ത്രി, നമ്മുടെ ഭക്ഷ്യ വകുപ്പിനെയും CPI ഭരിക്കുന്ന വകുപ്പുകളായ കൃഷി വകുപ്പിനെ തുടങ്ങിയ വകുപ്പുകൾ എല്ലാത്തിലും ഫണ്ടുകൾ അവർ തടഞ്ഞു വെക്കുകയാണ്. അവർ തമ്മിലുള്ള പടലപ്പിണക്കങ്ങളാണ് നമ്മൾ കൂടുതലായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ആദ്യമായാണ് കേരളത്തില് നമ്മുടെ ക്രിസ്മസ് പുതുവത്സര വിപണികളിലേക്ക് ഫണ്ട് നൽകാതെ ആ ചന്തകൾ ഉപേക്ഷിക്കുന്ന, എല്ലാ വർഷവും നടക്കുന്ന ക്രിസ്മസ് പുതുവത്സര ചന്തകൾ ആദ്യമായി ഇല്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം എല്ലാ വർഷവും ഈ സമയമാകുമ്പോൾ ക്രിസ്മസ് പുതുവത്സര ചന്തകൾ ഇവിടെ എല്ലാ സ്ഥലത്തും നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായി ഉണ്ടാകുന്ന ഏത് സർക്കാരായാലും നടത്തുന്ന ഈ ചന്തകൾ പോലും ഉപേക്ഷിച്ചുകൊണ്ടാണ് ഈ നവകേരളം എന്ന് പറഞ്ഞുകൊണ്ട് 20 മന്ത്രിമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളം ചുറ്റാൻ ഇറങ്ങിയിരിക്കുന്നത്. കേരളം ഏറ്റവും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഈ കടന്നു പോകുന്നത്. ഈ അവസ്ഥയിൽ ചിലപ്പോൾ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട അവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഈ അവസരത്തിൽ പോലും ഈ ധനധൂർത്ത് അവസാനിപ്പിച്ചുകൊണ്ട് കേരളത്തെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിക്രമങ്ങളും ഈ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നില്ല. അതിനുവേണ്ടിയുള്ള ഒരു ഭരണ സംവിധാനം ഇവിടെ നടപ്പിലാക്കാൻ കഴിയുന്നില്ല. കാരണം ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള സർക്കാർ ഓഫീസുകൾ മുഴുവനും നവകേരള സദസ്സിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുകയാണ്. ഒരു ചെറിയ ആവശ്യത്തിന് പോലും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പറയുന്നത് നവകേരള സദസ്സ് കഴിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. ഉദാഹരണത്തിന് നമ്മുടെ ഇപ്പോൾ കിഴക്കമാ ജംഗ്ഷനിൽ മരം അപകടാവസ്ഥയിൽ നിൽക്കുകയാണ്. ഇപ്പൊ PWD മെയിൻ്റനൻസിൽ വിളിച്ചപ്പോൾ പറയുന്നത് നമ്മളെല്ലാവരും തിരക്കിലാണ്, നമ്മൾ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്, നമുക്ക് ആ നവകേരള സദസ്സ് 20-ാം തീയതി കഴിഞ്ഞാൽ മാത്രമേ ആ മരം മുറിച്ചു മാറ്റാൻ കഴിയുള്ളൂ. അതുപോലെ ഏതെടുത്താലും, ഉദാഹരണത്തിന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ ബ്ലോക്ക് പഞ്ചായത്തില് ഏത് പരിപാടി വെച്ചാലും ഇപ്പോൾ നവകേരളം എന്ന ഫ്രണ്ടിൽ എഴുതി വെക്കുകയാണ്. PMAY നവകേരളമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു പരിപാടി, ഇതാണ് വീട് നൽകുന്ന കേന്ദ്ര സർക്കാർ പണ്ടുകാലം മുതൽ നടക്കുന്ന ഒരു പരിപാടി PMAY. അതിനു വേണ്ടിയിട്ടുള്ള ആ ഒരു ഫണ്ട് കൊടുത്ത് വീട് വെച്ച് കഴിഞ്ഞ് ഏകദേശം 1 വർഷം കഴിഞ്ഞിട്ട് അവരെ എല്ലാം വിളിച്ചിട്ട് നവകേരളത്തിന്റെ പേരിൽ അവരുടെ സംഗമം, ഹരിതകർമ്മസേനക്കാരെ എല്ലാം വിളിച്ചിട്ട് അതും നവകേരള സംഗമം, തൊഴിലുറപ്പ് തൊഴിലാളികള്, അംഗൻവാടി വർക്കർമാര്, അംഗൻവാടി ഹെൽപ്പർമാര്, നമ്മുടെ ആശാ വർക്കർമാര്, അങ്ങനെ എന്ന് വേണ്ട ഏത് സർക്കാർ വകുപ്പിൽ ഏതുണ്ടെങ്കിലും അവരെ എല്ലാം വിളിച്ച് സംഗമം നടത്തുകയും ഈ പരിപാടിക്ക് വേണ്ടി അവരെ നിർബന്ധിച്ച് കൊണ്ടുപോവുകയും എല്ലാ സർക്കാർ ഓഫീസുകളിന് മുമ്പിൽ ഫ്ലെക്സ് നിരോധിച്ച ഒരു സ്ഥലത്ത് പോലും എല്ലാ സ്ഥലത്തും ഫ്ലെക്സ് അടിച്ചു വെച്ചില്ലെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകും, അല്ലെങ്കിൽ സ്ഥലം മാറ്റും എന്ന് പറഞ്ഞ് അതും കൂടാതെ നിർബന്ധിത പിരിവുകൾ നടക്കുന്ന ഈ അവസ്ഥയിൽ നമുക്ക് ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കേണ്ട അവസ്ഥയാണ്. കാരണം സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന സ്ഥലങ്ങളിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള റേഷൻ കടകളിൽ പോലും അവർക്ക് സാധനങ്ങൾ സാധാരണക്കാർക്ക് ലഭ്യമല്ല. അതിനുവേണ്ടിയുള്ള കരാറെടുത്ത ആൾക്കാരെ പോലും മര്യാദയ്ക്ക് അവരോട് സംസാരിച്ച് കരാറിന്റെ വ്യവസ്ഥകൾ ഒന്ന് പുതുക്കി നിശ്ചയിക്കുന്നതിന് പോലും കഴിയാത്ത ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഇനിയും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
NSU നേതാവ് ശ്രീ അഭിലാഷ് ചിത്ര. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ മടത്തറ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ്, അതുപോലെ ഇതിൻ്റെ ഉദ്ഘാടകൻ DCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ഇല്യാസ് റാവുത്തർ, ചിത്രയുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഹുമയൂൺ കബീർ, അതുപോലെ ഇവിടെ സ്വാഗതം പറഞ്ഞ കോൺഗ്രസിൻ്റെ മുൻ മണ്ഡലം പ്രസിഡന്റ് ഷമീം, മറ്റ് നേതാക്കന്മാരെ, കേരളത്തിലെ എല്ലാ സപ്ലൈകോകൾക്ക് മുൻപിലും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ധർണ നടക്കുകയാണിന്ന്. ഈ ധർണ നടത്തുവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുമ്പോൾ ഒന്ന് സാധനങ്ങളുടെ വിലക്കയറ്റമാണ്. സർവ്വ സാധനങ്ങൾക്കും തീ പിടിച്ച വിലയാണ്. ഒരു സാധാരണക്കാരനും വാങ്ങാൻ പറ്റുന്നതിനപ്പുറമുള്ള വിലയാണുള്ളത്. അതുപോലെ സപ്ലൈകോയിൽ ഒരു സാധനങ്ങളും ഇല്ല. നമ്മൾ ചെന്നാൽ 1-2 ഐറ്റം മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. മറ്റ് ഐറ്റങ്ങളെല്ലാം ഇല്ല, ഉടനെ വരും എന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. പിണറായി സർക്കാർ അധികാരത്തിലെത്തുന്നതിന് മുൻപ് ഒരു സാധനങ്ങൾക്കും വില കൂടില്ല എന്ന് പറഞ്ഞ് വാഗ്ദാനം നൽകിക്കൊണ്ട് കയറിയതിന് ശേഷം ഇപ്പോൾ സർവ്വ സാധനങ്ങൾക്കും അന്ന് പറഞ്ഞതിനേക്കാൾ ഇരട്ടി അല്ലെങ്കിൽ 3 ഇരട്ടിയിലധികം വിലയാണ്. സാധാരണക്കാരുടെ പൈസ ഉപയോഗിച്ച് ഈ നാട് നീളെ കോടിക്കണക്കിന് രൂപ വരുന്ന ബസ്സിൽ നടക്കുന്ന പിണറായി വിജയൻ സാധാരണക്കാരന്റെ ബുദ്ധിമുട്ടൊന്നും അറിയുന്നില്ല. ഇവിടെ പ്രമുഖരുടെ എല്ലാ ജില്ലകളിലെ ഓരോ നിയോജകമണ്ഡലത്തെത്തുമ്പോഴും പൗരപ്രമുഖർ എന്ന് പറഞ്ഞ് ആ നാട്ടിലുള്ള ഏറ്റവും വലിയ വ്യവസായികൾ, ഏറ്റവും വലിയ സമ്പന്നർ, ഏറ്റവും വലിയ ഗൾഫിൽ ജോലിയുള്ളവർ, അവരെ വിളിച്ചുകൂട്ടി അവർക്ക് നമ്മളാരും ഈ നാട്ടിൽ കണ്ടിട്ടില്ലാത്ത വലിയ വിലയേറിയ ഭക്ഷണങ്ങൾ നൽകുകയാണ്. മട്ടനും ചിക്കനും ബീഫും അടക്കം, ബിരിയാണി അടക്കം സർവ്വ വില കൂടിയ ഭക്ഷണങ്ങൾ നൽകുമ്പോൾ സാധാരണക്കാരൻ അവിടെ വരുന്ന സാധാരണ പരാതി ആദ്യം പറഞ്ഞത് ജനങ്ങളെ കൂട്ടാൻ വേണ്ടി പറഞ്ഞത് അവിടെ പരാതി ഉമ്മൻചാണ്ടി സാർ നടത്തിയ ജനസമ്പർക്ക പരിപാടി പോലെ സാധാരണക്കാരുടെ പരാതി മേടിച്ച് അതിന് പരിഹാരം കാണുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പറയുന്നു പരാതി വാങ്ങലല്ല, സർക്കാരിന്റെ പ്രശ്നങ്ങൾ ജനങ്ങളെ അറിയിക്കാനാണ് ഇങ്ങനെ നടക്കുന്നതെന്ന്. എങ്കിൽ പിന്നെ ഇതിന്റെ ആവശ്യമില്ലായിരുന്നല്ലോ. ഇത്രയും കോടിക്കണക്കിന് രൂപ മുടക്കി ഇങ്ങനെ ഒരു അവസരമുണ്ടാക്കാതെ ഓരോ സ്ഥലത്തും അല്ലെങ്കിൽ ഒരു പൊതുയോഗം നടത്തിയങ്ങ് പോയാൽ പോലെയായിരുന്നു. ഇതിപ്പോൾ ഒരു സ്റ്റേജ് കെട്ടുന്നത് തന്നെ 30 ലക്ഷത്തിന് പുറത്ത് രൂപ മുടക്കിയാണ് സ്റ്റേജ് കെട്ടുന്നത്. അവിടെ സാധാരണക്കാരെ കൊണ്ടുവന്ന് പരാതി വാങ്ങാനെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുത്തി രാഷ്ട്രീയം പറഞ്ഞ് വിടുകയാണ് ചെയ്യുന്നത്. അഥവാ പരാതി വാങ്ങാൻ മാത്രമായിരുന്നു എങ്കിൽ, നേരിട്ട് വാങ്ങുന്നില്ല എങ്കിൽ ഓൺലൈൻ വഴി വാങ്ങി അതിന് പരിഹാരം കാണാമായിരുന്നു. എന്നാൽ കോടിക്കണക്കിന് രൂപ മുടക്കി ഇപ്പോൾ നാട് നീളെ നടക്കുകയാണ്. അവിടെ പ്രതിഷേധിക്കുന്ന യൂത്ത് കോൺഗ്രസുകാരെ, KSUക്കാരെ അതിക്രൂരമായി മർദ്ദിക്കുകയാണ്. കരിങ്കൊടി കാണിച്ചു എന്ന് പറഞ്ഞ് തന്നെ കൊല്ലാൻ വരുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുക്കുകയാണ്. SFIക്കാർ ഗവർണർക്കെതിരെ കരിങ്കൊടി കാണിക്കുമ്പോൾ അതിനെ ന്യായീകരിക്കുന്ന പിണറായി വിജയനും CPM സെക്രട്ടറിയും KSUക്കാരോ യൂത്ത് കോൺഗ്രസുകാരോ കരിങ്കൊടി കാണിച്ചാൽ പറയുന്നത് പിണറായി വിജയനെ കൊല്ലാൻ വരുന്നു, ചാവേർ സ്ക്വാഡ് എന്നൊക്കെയാണ് പറയുന്നത്. ഇന്നലെ തന്നെ കായംകുളത്ത് പിണറായി വിജയന്റെ ഗൺമാൻ, അയാളുടെ പേര് അനിൽകുമാർ ആണെന്ന് തോന്നുന്നു, പറയുന്ന ചാനലുകളിലുണ്ടായിരുന്നു. അയാൾ ഇറങ്ങി ക്രൂരമായി മർദ്ദിക്കുന്നത് കണ്ടു. അങ്ങനെ ഗൺമാന് ക്രമസമാധാന പ്രശ്നവുമായിട്ട് കാര്യങ്ങളിൽ ബന്ധപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ് നിയമവിദഗ്ധർ നൽകുന്ന സൂചന. ഒരു കാരണവശാലും ഗൺമാന്റെ ചുമതല ഇറങ്ങി മർദ്ദിക്കാനോ അല്ലെങ്കിൽ മറ്റ് ക്രമസമാധാന പ്രശ്നങ്ങൾ ഇടപെടാനോ അയാൾക്ക് അവകാശമില്ല. അയാളുടെ ജോലി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ റൂട്ട് തീരുമാനിക്കുക, മുഖ്യമന്ത്രിക്കൊപ്പം സഞ്ചരിക്കുക, മുഖ്യമന്ത്രിക്ക് സംരക്ഷണം ഒരുക്കുക മാത്രമാണ്. അല്ലാതെ അയാൾക്ക് യാതൊരുവിധ ക്രമപ്രശ്നങ്ങളിലും ഇടപെടാൻ അവകാശമില്ല. അങ്ങനെ ഒരാളാണ് ചൂരലുമായി ഇറങ്ങി KSUക്കാരെ മർദ്ദിച്ചത്. തീർച്ചയായിട്ടും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും അതിനെതിരെ നിയമ നടപടി ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഇതുപോലുള്ള പ്രതിഷേധങ്ങളെ അടിച്ചമർത്തിയെന്ന് പറഞ്ഞ് ഈ നാട്ടിലെ
കോൺഗ്രസുകാരും വീട്ടിൽ കയറി ഇരിക്കുവാൻ തീരുമാനിച്ചിട്ടില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റുപിടിച്ച് എടുത്തുകൊണ്ട് തുടർന്നും തെരുവിൽ തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരം നടത്തുക തന്നെ ചെയ്യും. ഇന്നീ ധർണ തന്നെ നടത്തുവാൻ തീരുമാനിച്ചത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അതിരൂക്ഷമായപ്പോഴാണ്. ഇവിടെ സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ എത്തിയപ്പോൾ കോൺഗ്രസ് ഈ അഴിമതി സർക്കാരിനെതിരെ സമരമുഖവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇനി തുടർന്നും ഇതുപോലുള്ള അനേകം സമരങ്ങൾ പിണറായി വിജയന്റെ സർക്കാർ നേരിടേണ്ടി വരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ധർണയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇനി ഒരുപാട് പേര് സംസാരിക്കണം, ആരും സംസാരിക്കുന്നില്ല. അടുത്തതായി ഈ നമ്മുടെ ചിതറ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഹുമയൂൺ കബീർ പ്രസംഗിച്ചുകൊണ്ട് നന്ദി രേഖപ്പെടുത്തി അവസാനിപ്പിക്കുകയാണ്. അതിനുവേണ്ടി പ്രിയമുള്ള ഈ പ്രതിഷേധ യോഗത്തിൻ്റെ അധ്യക്ഷൻ മടത്തറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ പി ജി സുരേന്ദ്രൻ, എൻ്റെ ഉദ്ഘാടനം ശ്രീ എം ഇല്യാസ് റാവത്ത് ഉൾപ്പെടെയുള്ള സ്വാഗതം പറഞ്ഞ ശ്രീ ഷമീം, ഇവിടെ കൂടിയ പ്രിയമുള്ള പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സംസ്ഥാന വ്യാപകമായി നടന്നു വരുന്ന സപ്ലൈകോ, മാവേലി സ്റ്റോർ ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കെതിരെ, സപ്ലൈകോ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കെതിരെ നടന്നു വരുന്ന സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ കൂടുന്നത്. വിശദമായി ഇവിടെ എനിക്ക് മുമ്പ് പ്രസംഗിച്ചവർ ഇതിനെപ്പറ്റിയെല്ലാം വിശദമായി പറഞ്ഞത് കാരണം ഞാനിതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. പരിപാടി എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക എന്നുള്ള ഒരു ഇത് വെച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ചിതറ മണ്ഡലം കോൺഗ്രസിൻ്റെയും മടത്തറ മണ്ഡലം കോൺഗ്രസിൻ്റെയും പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.